പാർട്ടി കോൺഗ്രസിന് ശേഷം പിണറായി വിജയൻ വളരെ അസ്വസ്ഥനാണ്. പക്ഷേ നിരവധി കാരണങ്ങളുണ്ടാകാം. പാർട്ടി കോൺഗ്രസിൻ്റെ തുടക്കത്തിലാണ് വീണ വിജയൻ്റെ മേലുള്ള അന്വേഷണം മുറുകിയിരിക്കുന്നത്. കൂടാതെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് MA ബേബിയുടെ സ്ഥാനാരോഹണവും ഇതെല്ലാം കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയല്ലേ? ഇതിൽ ഈ പാർട്ടിക്കകത്തും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിലും ഈ പിണറായി വിജയൻ്റെ പിടി വളരെ പെട്ടെന്ന് വളരെ താഴോട്ട് പോയതായിട്ട് നമുക്ക് കാണാം. വളരെ പെട്ടെന്ന് വളരെ താഴോട്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ്റെ പിടി പാർട്ടിക്ക് മേൽ സമ്പൂർണമാകും എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു സമയത്താണ് പിണറായി വിജയൻ്റെ പിടി വല്ലാതെ അങ്ങ് വിട്ടുപോയത്. ഇപ്പം നമ്മളൊന്ന് നോക്കൂ, കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പം പാർട്ടി സമം പിണറായി, പിണറായി സമം പാർട്ടി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ 2026 തുടർ ഭരണവും അതെ 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 മൂന്നാം പക്കം മൂന്നക്കം എന്നാണ് CPM-കാർ പറഞ്ഞത്. അപ്പോൾ രണ്ട് പ്രത്യേകതകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, അയാളുടെ സ്വാധീനം 100%-ാകുമെന്നും അയാൾ കേന്ദ്ര നേതൃത്വം തന്നെ അയാൾ കൈപ്പിടിയിൽ ഒതുക്കും എന്നും വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അയാളൊരു നിലയില്ലാ കയത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് വീണുപോയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ അത്ഭുതകരമാണ്. കാരണം പിണറായി വിജയൻ അയാളുടെ സ്വാധീനം 1998 പാർട്ടി സെക്രട്ടറി ആയപ്പോൾ മുതൽ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചു വരികയായിരുന്നു. അതിന് 3-4 ഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം. 1998 അയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുന്നു. അതിനുശേഷം 2005 വരെയുള്ള മലപ്പുറം സമ്മേളനം വരെയുള്ള സമയത്തിനിടയിൽ അയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. ലാവ്ലിൻ കേസ് അതുപോലുള്ള ആരോപണങ്ങളെല്ലാം ആ ഘട്ടത്തിലാണ് വരുന്നത്. എന്നാൽ 2005 അതിനെല്ലാം മലത്തി അടിച്ചുകൊണ്ട് മലപ്പുറം സമ്മേളനത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പാർട്ടി പിടിച്ചെടുക്കുന്ന ഒരു നിലയിലേക്ക് അയാൾ വന്നു. അന്നാണ് മനോരമ മിന്നൽ പിണറായി എന്നെഴുതിയത്. 2005 മലപ്പുറം സമ്മേളനത്തിന് തുടർന്നു. പക്ഷേ 2005 മലപ്പുറം സമ്മേളനത്തെ തുടർന്ന് അദ്ദേഹം പിന്നെ 2 പ്രാവശ്യം ഒക്കെ സംസ്ഥാന സെക്രട്ടറി ആയെങ്കിൽ പോലും 98 മുതൽ 2013 വരെയുള്ള ഘട്ടങ്ങൾ പാർട്ടി അയാളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിലും മറുഭാഗത്ത് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യൻ അപ്പുറത്ത് നിന്ന് നടത്തുന്ന വലിയൊരു സമരവും ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി സംഘടന 2005 അയാളുടെ കയ്യിലെത്തിയെങ്കിലും VS അച്യുതാനന്ദനെ പോലൊരു ജനകീയ നേതാവ് അപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് വലിയ തോതിൽ അയാൾ അനുഭവിച്ചിരുന്നു. അപ്പം ആ ഘട്ടം 2005 മുതലുള്ള ഘട്ടം യഥാർത്ഥത്തിൽ 2013 അവസാനിച്ചു. അതായത് 2013 ആയപ്പോഴത്തേക്കും പിണറായി വിജയൻ്റെ സമ്പൂർണമായ ഒരു സ്വാധീനത്തിലേക്ക് പാർട്ടി മാറി. കാരണം 2013 കഴിഞ്ഞപ്പോൾ VS പയ്യെ താഴോട്ട് പോകുന്നു. പിന്നെയും VS പ്രതിപക്ഷ നേതാവായിട്ട് കുറച്ച് ആളൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും 2013 ലാവ്ലിൻ കേസിൽ തിരുവനന്തപുരം CBI കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടപ്പം അച്യുതാനന്ദനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ അച്യുതാനന്ദനെ കുറിച്ച് മിണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം 98 മുതൽ 2005 വരെയുള്ള ഒരു ഘട്ടം, 2005 മുതൽ 2013 വരെയുള്ള രണ്ടാമത്തെ ഘട്ടം, 2013 മുതൽ 2025 വരെയുള്ള മൂന്നാമത്തെ ഘട്ടം. ഈ 3 ഘട്ടത്തിലെയും പിണറായി വിജയൻ്റെ ഗ്രാഫ് നമ്മൾ എടുത്തു നോക്കിയാൽ കുത്തനെ അല്ലെങ്കിൽ പോലും 2013 ഒരു ഉയർന്നു പോയെങ്കിലും ഒരു സ്റ്റാറ്റിക് പോലെ ഉയർന്നു പോയി. പക്ഷേ 2013 കഴിഞ്ഞപ്പോൾ കുത്തനെ ഇയാളുടെ ഇതങ്ങ് കയറി. കാരണം 2013 കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെ എതിർക്കാൻ ആരുമില്ല എന്നുള്ള നിലയിലേക്ക് കയറി. ആ 2013 മുതൽ 2025 വരെ അയാൾ നിലനിർത്തിയ കുത്തനെയുള്ള ഗ്രാഫാണ് ഇപ്പോൾ 2025 ഒരു 8-10 ദിവസം കൊണ്ട് ഷാർപ്പായിട്ട് താഴോട്ട് പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ പോകുന്നതിന് 2 കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് നിസ്സംശയം പറയാം, അയാളുടെ മകൾക്കെതിരെ വന്നിട്ടുള്ള ഈ കേസ് തന്നെയാണ്. ഈ കേസിനെ ഞാൻ നേരത്തെ പറഞ്ഞു ലാവ്ലിൻ കേസ് പോലെയല്ല. ലാവ്ലിൻ കേസിൽ സാങ്കേതികമായി എപ്പോഴും പ്രതിയല്ല. പക്ഷേ ഈ കേസ് വലിയ തോതിൽ അയാളെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമികമായൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പ്രതിയായിരിക്കുന്നത് അയാളുടെ മകളാണ്.
അയാളൊരു വലിയൊരു കുടുംബസ്ഥനാണ്. മകളാകുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് മകളെക്കുറിച്ച് നിയമസഭയിലൊക്കെ ചോദിച്ചപ്പോഴൊക്കെ പൊട്ടിത്തെറിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായത്. വീട്ടിലിരിക്കുന്നവരെ പറ്റി പറയുന്നത്. അപ്പം മകള് അയാൾക്ക് പറഞ്ഞ പോലെ വലിയ പ്രശ്നം. 2, ഈ കേസിൽ ഈ കുരുക്കിപ്പം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം SFIO വന്നു, ഇപ്പോൾ ED വരാൻ പോകുന്നു, CBI കൂടെ വരുമെന്ന് കേൾക്കുന്നു. മനസ്സിലായോ? അപ്പം ഒന്ന്, ഈ മകള് ഇതിനകത്ത് പെട്ടത് അയാളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. 2, പാർട്ടിയിലെ കേന്ദ്ര നേതൃത്വത്തിലെ സ്വാധീനം പടേന്ന് താഴോട്ട് പോകിയത് അയാളെ അതിനേക്കാൾ ഭീകരമായി ബാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 2005 ശേഷം ഏതാണ്ട് 2011-12 വരെയായിരുന്നു ഈ ലാവ്ലിൻ കേസ് കത്തി നിന്നത്. ലാവ്ലിൻ കേസ് കത്തി നിൽക്കുമ്പോൾ ലാവ്ലിൻ കേസ് എടുത്തിട്ട് അയാളെ അടിക്കാനായിട്ട് കിട്ടുന്ന ഒരവസരവും കളയാത്ത VS അച്യുതാനന്ദൻ അപ്പുറത്ത് നിൽക്കുകയാണ്. അതിൽ 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പോലുമായിരുന്നു. എന്നിട്ട് പോലും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലുള്ള തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് 2010 ആയപ്പോഴത്തേക്കും VSനെ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കാൻ പോലും അന്ന് പിണറായി വിജയന് കഴിഞ്ഞു. അന്ന് VS മുഖ്യമന്ത്രിയാണ്. ലാവ്ലിൻ കേസ് പോലൊരു കേസ് വന്നു. ആ കേസിൻ്റെ വിഷയത്തിലാണ് VSനെ അന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ ലാവ്ലിൻ കേസിൽ ഇത്രയും ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇയാൾ നേരിടുമ്പോഴും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലുള്ള ശക്തമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് VSനെ വരച്ച വരയിൽ നിർത്തിക്കാൻ അന്ന് പിണറായിക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് കുഴപ്പമില്ലാതെ പോകാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കേന്ദ്ര നേതൃത്വത്തിലേക്കൊക്കെ പിടിയായി. ആ പിടി അയാൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് പ്രധാനമായും പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി, S രാമേന്ദ്രൻപിള്ള, പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ വൃന്ദ കാരാട്ട്, ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ അവിടുത്തെ സ്വാധീനം വലിയ തോതിൽ അയാൾ നിലനിർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏപ്രിൽ 6 മധുരയിൽ അവസാനിച്ച പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് അയാളുടെ സ്വാധീനം മുഴുവൻ പോയി. കാരണം S രാമേന്ദ്രൻപിള്ള പോയി, പ്രകാശ് കാരാട്ട് പോയി, വൃന്ദ കാരാട്ട് പോയി, ഈ സീറ്റുകാരെല്ലാം പ്രായപരിധി കൊണ്ട് അതിനകത്തുനിന്ന് പോയി. മറുഭാഗത്ത് അയാൾ ഒരിക്കലും ജനറൽ സെക്രട്ടറി ആവരുത് എന്ന് ആഗ്രഹിച്ചിരുന്നയാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ ഒരു വശത്ത് അയാളുടെ സ്വാധീനം മുഴുവൻ പോയി, മറുവശത്ത് അയാൾ ഒരിക്കലും ആഗ്രഹിക്കാറുന്ന ആൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു. എന്ന് മാത്രമല്ല, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നയാൾ കേരളത്തിൽ നിന്നുള്ള ആളാണ്. അയാൾക്ക് കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്ന ആളാണ്. അയാൾ അടിസ്ഥാനപരമായി പിണറായിയുടെ നിലപാടുകൾക്ക് എതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളാണ്. എന്നുകൂടി വന്നതോടുകൂടി ഈ ട്വിൻ പ്രശ്നങ്ങളും പിണറായി, ഒന്ന് മകളുടെ പ്രശ്നം, 2 ബേബി വന്ന പ്രശ്നം. മൂന്നാമത്തെ അയാൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ മകളുടെ പ്രശ്നം കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പം SFIO അല്ലെങ്കിൽ ED പിണറായി വിജയൻ്റെ മകളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു വിചാരിക്കട്ടെ, പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് നിലപാടെടുക്കേണ്ടി വരും. പാർട്ടി പോളിറ്റ് ബ്യൂറോ നിലപാടെടുക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിണറായി വിജയന് അനുകൂലമായി നിൽക്കാൻ പോളിറ്റ് ബ്യൂറോയിൽ ആരുമില്ല എന്നുള്ള സ്ഥിതി വരും. ഇപ്പോൾ തന്നെ പിണറായി വിജയനെ ശക്തമായി എതിർക്കുന്ന ബംഗാൾ ഘടകമുണ്ട്, പിണറായി വിജയനെ ശക്തമായി എതിർക്കുന്ന അശോക് താവളയുണ്ട്. അവരെല്ലാവരും വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്ന സമയത്ത് പിണറായി വിജയന് മകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പിണറായി വിജയനെതിരെ ഒരു നിലപാട് വരാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ചെയ്യുന്ന പ്രവർത്തനവും CPMൻ്റെ നിലനിൽപ്പുമായിട്ട് വലിയ തോതിൽ ഇപ്പോൾ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പിണറായി വിജയൻ എടുക്കുന്ന നിലപാട് കൊണ്ട് പാർട്ടി ഇല്ലാതായി പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷെ ബേബിയുടെ നിലപാട് ഏത് തരത്തിലായിരിക്കും? അല്ല, ബേബിയുടെ നിലപാട് വളരെ ക്ലിയർ ആണല്ലോ. ബേബി ഇപ്പോൾ 6-ാം തീയതി ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ബേബി ഇന്നലെ വരെ ബേബി പറഞ്ഞിട്ടുള്ള നിലപാടും എടുത്തിട്ടുള്ള നടപടികളും നോക്കിയാൽ ബേബി എത്രയും പെട്ടെന്ന് തന്നെ ബേബിയുടെ പണി ആരംഭിക്കും എന്നാണ് നമുക്ക് പുറത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം മാസപ്പടി കേസിൽ തന്നെ ബേബി പിണറായി വിജയൻ മകളെയൊക്കെ പൊതുവിലൊക്കെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിലും ബേബി ചില സ്ഥലങ്ങളിൽ അന്വേഷണം നടക്കുകയല്ലേ, വരട്ടെ എന്ന് ബേബി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കേസിൽ വിധി വരുമ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പം കാണാം എന്നുള്ള നിലപാട് ബേബി എടുത്തിട്ടുണ്ട്. ഇതൊന്നും അല്ല മറ്റുള്ളവർ എടുക്കുന്നത്. അവർ ഔട്ട് ആൻഡ് ഔട്ട് പിണറായിയും മകളെയും പിന്തുണയ്ക്കുന്നു. ബേബി അങ്ങനത്തെ നിലപാടിലേക്ക് പോയിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ബേബി G സുധാകരനെ കാണാൻ പോയി കഴിഞ്ഞ ദിവസം. G സുധാകരനെ കറിവേപ്പില പോലെ ചവിട്ടി തൊഴിച്ചിട്ടിരിക്കുകയായിരുന്നു ആലപ്പുഴയിൽ.
അല്ല ആ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും വായിച്ചെടുക്കാൻ പറ്റും? അല്ല, ആ കൂടിക്കാഴ്ചയിൽ ബേബി സുധാകരനെ കാണാൻ ചെന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം സുധാകരൻ എന്ന് പറഞ്ഞ നേതാവിനെ പാർട്ടി ബ്രാഞ്ചിലേക്ക് താത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇത്തവണത്തെ ജില്ലാ സമ്മേളനത്തിൽ പോലും സുധാകരനെ അടുപ്പിച്ചിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സുധാകരനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാർട്ടി അണികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സുധാകരൻ ഒരു കോൺഗ്രസ് യോഗത്തിൽ പോയി പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സൈബർ ആക്രമണം നേരിടുകയായിരുന്നു. അപ്പോൾ സുധാകരനെ കാണാൻ പോയി എന്ന് പറയുന്നതിന് ഒരു മെസ്സേജാണ്. അവിടെ ചെന്നിട്ട് 5 മിനിറ്റാണ് സുധാകരനെ ബേബി പൂഴ്ത്തിയത്. സഖാവ് സുധാകരൻ സാർ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത്. സുധാകരൻ്റെ ഓരോ കോൺട്രിബ്യൂഷൻ എടുത്ത് പറഞ്ഞു. അവസാനം പറഞ്ഞു വയലാറ് പുന്നപ്ര പോലുള്ള ചരിത്ര സ്മാരകങ്ങൾ ഞാൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് ഞാൻ സുധാകരനെ കാണാമെന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യം സുധാകരന് ബേബി കൊടുത്തു എന്നുള്ളതാണ്. സുധാകരനെ ഔദ്യോഗിക നേതൃത്വം ചവിട്ടി തൊഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ആലപ്പുഴയിലെ ഏക ഛത്രാധിപതി എന്ന് പറയുന്നത് സജി ചെറിയാനായിരുന്നു. സജി ചെറിയാനാണ് ഈ കാര്യങ്ങളെല്ലാം. അതിൻ്റെ ഇടയിലാണ് സുധാകരനെ കാണുന്നത്. അതിനകത്ത് തന്നെ ഒരു മെസ്സേജ് ഉണ്ട്. അവിടെ പറഞ്ഞതിനൊരു മെസ്സേജ് ഉണ്ട്. 2, പി ജയരാജനെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിക്കുന്ന അത്ഭുതമാണ് പി ജയരാജൻ എന്നാണ് ബേബിയുടെ കണ്ടുപിടുത്തം. ആ ജയരാജനെ അന്നേ ദിവസം തന്നെ പാർട്ടി കണ്ണൂർ ജില്ലാ ഘടകം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് അനുകൂട്ടമായിട്ട് അവിടെ ഫ്ലെക്സ് വന്നു പറഞ്ഞിട്ട് അയാളെ തള്ളിപ്പറഞ്ഞ ദിവസം തന്നെ അയാൾ ജീവിക്കുന്ന മഹാത്ഭുതമാണ് എന്ന് ബേബി പറഞ്ഞു. അടുത്ത ബേബിയുടെ ഒരു പരാമർശം എന്നറിയോ? പിണറായി വിജയൻ കാർന്നവരാണ് എന്നാണ്. അവിടെയും ഒരു ചെറിയ നിന്നാസ്തുതിയുള്ളതെന്ന് വെച്ചാൽ 2016 VS അച്യുതാനന്ദൻ ആയിരുന്നല്ലോ പ്രചരണം നടത്തിയത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി ആണല്ലോ. അപ്പോൾ VS ഇച്ചിരി അസ്വസ്ഥതയുണ്ടായിരുന്നു. അന്ന് സീതാറാം യെച്ചൂരി കൂടെ വന്നിട്ട് പറഞ്ഞു VS കേരളത്തിൻ്റെ ഫിഡൽ കാസ്ട്രോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ് ഫിഡൽ കാസ്ട്രോയെ മാറ്റിയിട്ട് ഫിഡൽ കാസ്ട്രോയുടെ സഹോദരൻ റൗൾ കാസ്ട്രോ ക്യൂബയുടെ പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ VSനെ അന്ന് കാസ്ട്രോയോട് പിണറായി താരതമ്യം ചെയ്ത് മുഖ്യമന്ത്രി ആയില്ലെങ്കിലും കുഴപ്പമില്ല, മുഖ്യമന്ത്രിയെക്കാളും വലിയ ആളാണ് എന്നുള്ള നിലയിലാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പിണറായിയെ കാർന്നവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി നയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നയിച്ച ആൾ മുഖ്യമന്ത്രി ആവാത്ത അനുഭവം കേരളത്തിലുണ്ട്. അപ്പോൾ ബേബിയെ സംബന്ധിച്ചിടത്തോളം ബേബി റൈറ്റ് ഏണസ്റ്റ് ഫ്രം ഡേ 1 ബേബിയുടെ ജോലി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിലെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അധികാരിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പിണറായി വിജയനേക്കാളും വലിയൊരു അധികാര കേന്ദ്രം വന്നു. ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നൊക്കെ വലിയ പിന്തുണ ബേബിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം മുഹമ്മദ് റിയാസിനെ ഇത്തവണ സെക്രട്ടറിയിലേക്ക് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ വളർച്ചയിൽ AM ഷംസീറിനെ പോലുള്ളവരൊക്കെ ഭയങ്കര അസ്വസ്ഥരായിട്ട് നിൽക്കുമായിരുന്നു. അവർക്കൊക്കെ ഇപ്പം ഒരു ദീർഘനിശ്വാസം വിടാൻ പറ്റി. മനസ്സിലായി? ഈ MP രാജേഷ്, ഈ ബാലഗോപാൽ, സ്വരാജ്, അവർക്കൊക്കെ ബേബിയോട് റെഫിനിറ്റി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും ബേബി വന്നതും പാർട്ടിയിൽ അയാളുടെ പിടി അതിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞതും മകൾക്കെതിരായിട്ടുള്ള കേസുമൊക്കെ പിണറായി വിജയനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. അത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വളരെ പ്രകടമായിരുന്നു. സാധാരണഗതിയിൽ പത്രക്കാരെ എതിർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആക്രമണോത്സുകനായി അവരെ അടിച്ചമർത്തി നിൽക്കുന്നൊരു സമീപനമായിരുന്നു. ആ സമീപനം അല്ല കഴിഞ്ഞ ദിവസം കണ്ടത്. ആ ശരീരത്തിൻ്റെ ആ മുഖത്തെ പേശിയും അതിൻ്റെ മൂവ്മെൻറ്റ്സും ആ ഡയലോഗ് ഡെലിവറി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ അസ്വസ്ഥത മുഖത്തുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം മകളുടെ കാര്യത്തിൽ നാളെ കഴിഞ്ഞ് എന്താ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. മകളെ അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനം വന്നു കഴിഞ്ഞാൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ എടുക്കുന്ന നിലപാടോ അല്ലെങ്കിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി എടുക്കുന്ന നിലപാട് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ പാർട്ടി അണികൾ തമാശയ്ക്ക് പറയുന്നത് 2 അനാഥ പ്രേതങ്ങൾ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് പിണറായി വിജയൻ, ഒന്ന് ഗോവിന്ദ മാസ്റ്ററും. അവർക്ക് ഇംഗ്ലീഷ് പോലും അറിയില്ല, കയ്യാങ്ങിയും കൊണ്ടേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ബാക്കിയുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബേബി ആയിരിക്കും എന്ന് പറയുന്നത്. ബേബി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ശരിയായ കാര്യമായിരിക്കുമോ എന്ന് പോലും ഉറപ്പില്ല എന്നുള്ളതിലാണ്. അപ്പം ആ നിലയിൽ ഇയാൾ വലിയ തോതിൽ അസ്വസ്ഥനാണ്, പരിഭ്രാന്തനാണ്, ആശങ്കാകുലനാണ്. അത് അയാളുടെ ശരീരഭാഷയിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.